200 മെഗാപിക്സലിന്റെ ക്യാമറ, 210 വാട്ടിന്റെ ചാർജിങ്, Redmi Note 12 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നത്തിങ് ഇയർ സ്റ്റിക്കും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ BGMI തിരിച്ചു വരാൻ പോകുന്നു. Galaxy S23 വരാൻ പോകുന്നു. ഇങ്ങനെ ഒട്ടനവധി ടെക്നോളജി വാർത്തകളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. സോ എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നത്തിങ് ഇയർ സ്റ്റിക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇയർ 1 നല്ലൊരു ഐറ്റം ആയിരുന്നു. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, വയർലെസ് ചാർജിങ്, ഇൻ ഇയർ ടൈപ്പ്, ടോട്ടലി കിഡിലൻ ക്വാളിറ്റി ഒക്കെ ആയിട്ട് 5000 രൂപ കൊടുത്താൽ ഒരു 7000 രൂപയുടെ അല്ലെങ്കിൽ 8000 രൂപയുടെ പവർ, ഒരു വാല്യൂ ഫോർ മണി ഐറ്റം ആയിരുന്നു. 8500 രൂപയാണ് ഇയർ സ്റ്റിക്കിന്റെ വില. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യമായി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല, വയർലെസ് ചാർജിങ് ഇല്ല, പിന്നെ ഇൻ ഇയർ ടൈപ്പും അല്ല, ഹാഫ് ഇൻ ഇയർ ആണ്. അത് പേഴ്സണൽ ചോയ്സ് ആണ്. അത് നിങ്ങൾക്ക് അത് താല്പര്യമാവുമോ എന്നുള്ളത് നോക്കുക. എന്തായാലും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അവരിത് ഇറക്കിയിരിക്കുന്നു. ഇയർ സ്റ്റിക്ക് പ്രൈസ് മാത്രമാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു അപ്ഗ്രേഡ്? പക്ഷെ ഒരു കാര്യം, സൗണ്ട് ക്വാളിറ്റി ആണല്ലോ ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ വല്ല മാജിക്കൽ ഇമ്പ്രൂവ്മെന്റ് ഇവർ പറയുന്നത്, ബേസ് ലോക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ, ഫീച്ചറൊക്കെ ഇവർ പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ ലെവലിൽ. സോ എന്തെങ്കിലും ഒരു വേറെ ലെവൽ സൗണ്ട് ഉണ്ടെങ്കിൽ, ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം അതാണല്ലോ പ്രയോറിറ്റി. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. കയ്യിൽ കിട്ടിയാലേ അതിന്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി അടുത്തൊരു നല്ല വാർത്ത എന്ന് പറയുന്നത് Redmi Note 12 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ചൈനയിലാണ്, ഇവിടെയല്ല. ബട്ട് എങ്കിലും 200 മെഗാപിക്സലിന്റെ സാംസങ്ങിന്റെ പുതിയ സെൻസർ വെച്ചിട്ടുള്ള 200 മെഗാപിക്സൽ ക്യാമറ ഫോണാണ് Redmi Note 12 സീരീസിലെ ടോപ്പ് മോഡൽ, എക്സ്പ്ലോറർ എഡിഷൻ. സോ അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ 200 മെഗാപിക്സൽ ഉണ്ടായതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വന്നിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 210 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും കിട്ടിക്ക്, ഒരു രക്ഷയില്ല. ബാക്കിയുള്ള മോഡലുകൾ, ഈ ടോപ്പ് മോഡലിലാണ് നമ്മൾ 200 മെഗാപിക്സലും 210 വാട്ടിന്റെ ചാർജിങ് ഒക്കെ പറഞ്ഞത്. ബാക്കിയുള്ളതിൽ 67 വാട്ട് ചാർജിങ് നോർമൽ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. എന്തായാലും പ്രൈസ് കൂടി, ഇന്ത്യൻ പ്രൈസ് കൂടി അറിയാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴേ നമുക്ക് എത്രത്തോളം വാല്യൂ ഫോർ മണി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വരട്ടെ, നോക്കാം. അപ്പോൾ എപ്പോൾ വരുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ നവംബറിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു വാർത്ത, റിയൽമിയുടെ നമ്പർ സീരീസ്, റിയൽമി 10 സീരീസ് വരുന്നു. അത് വരുമ്പോൾ പെർഫോമൻസിനാണ് ഇമ്പ്രൂവ്മെന്റ് കൂടുതൽ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ബാക്കിയുള്ള ക്യാമറ അങ്ങനെയുള്ള സ്പെക് അല്ല, പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റുമായിട്ടാണ് ഇത് വരിക എന്നാണ് പറയപ്പെടുന്നത്. കാത്തിരുന്ന് തന്നെ കാണണം. നവംബറിലാണ് വരുന്നത്. നവംബർ 5-ാം തീയതി ഗ്ലോബൽ ലോഞ്ചും പിന്നീട് അങ്ങോട്ട് വരും സമയങ്ങളിൽ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയുന്നത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് അല്ല, ലീക്കാണ്. ഇനി അടുത്തൊരു വാർത്ത BGMIയുടെ കാര്യത്തിലാണ്. BGMI ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. ജനുവരി ഫെബ്രുവരി ഒക്കെ ആണെന്നാണ് പറയുന്നത്. ജിയോ ആയിരിക്കും അതിന്റെ പബ്ലിഷർ. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ജിയോയുടെ ഗെയിമായിട്ടായിരിക്കും BGMI വരാൻ പോകുന്നത്. സോ അത് നന്നായിരിക്കും അല്ലേ. നത്തിങ് ഇയർ സ്റ്റിക്കിന്റെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അത്ര നല്ല ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല, ഒരു അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇയർ 1 ശേഷമുള്ള ഇയർ 2 അത് വരാൻ പോകുന്നുണ്ട്. അത് ഇതിനേക്കാൾ കൂടിയ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവൽ സെറ്റപ്പിൽ വരുമെന്നാണ് പറയുന്നത്. നോക്കാം. എന്തായാലും അത് കമ്മിങ് സൂൺ എന്നാണ്, താമസിയാതെ വരും. സാംസങ്ങിന്റെ Galaxy S23 ഗീക്ക് ബെഞ്ച് ടെസ്റ്റിനും മറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സറൊക്കെ ആയിട്ടാണ് വരുന്നത്. സോ ഒരു ഗംഭീര ലെവൽ, ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. ഇതുവരെ സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടതിലേക്ക് വെച്ച് ഏറ്റവും ടോപ്പായ പെർഫോമൻസുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വരട്ടെ, ഫെബ്രുവരി 20 ശേഷമായിരിക്കും ഇതിന്റെ ലോഞ്ച്. ഇനി അടുത്തൊരു കാര്യം, യൂട്യൂബിന്റെ UIയിൽ ചില ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്ത് നോക്കൂ പുതിയ മാറ്റങ്ങൾ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത്. One UI 5 വന്നിട്ടുണ്ട്. അതായത് സാംസങ്ങിന്റെ അടുത്ത ബിഗ് അപ്ഗ്രേഡ് ആണ് One UI 5. അത് വന്നിട്ടുണ്ട്. നമ്മുടെ S22 അൾട്രയിൽ കിട്ടി. ബട്ട് മൾട്ടി യൂസർ, അതിൽ ആ മൾട്ടി യൂസർ എന്ന ഫീച്ചർ കാണാനില്ല. അവന്മാർ അത് ആ ബീറ്റ ടെസ്റ്റിന് ഇടയ്ക്ക് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേബിളിലെങ്കിലും അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഇല്ല. പല ഇഷ്യൂസ് കാരണം മൾട്ടി യൂസർ സംവിധാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കിയപ്പോൾ തന്നെ എൻ്റെ പകുതി ഇൻട്രസ്റ്റ് പോയി. അതൊരു നല്ല ഫീച്ചറായിരുന്നു. മെയിനായിട്ട് വേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടൊരു ഘടകമായിരുന്നു. അത് ഇത്തവണയും സാംസങ് ഒഴിവാക്കിയിരിക്കുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. S22 അൾട്രയിലൊക്കെ നമുക്ക് കിട്ടി. നിങ്ങളുടെ കയ്യിൽ അൾട്രയൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യുക വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല. ബട്ട് എങ്കിലും ഒന്നുകൂടി ഒന്ന് ചെക്കൊക്കെ ചെയ്തിട്ട് ഓക്കെ ആണ് എന്ന് കണ്ടാൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വിഷമിക്കേണ്ടല്ലോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ചെറിയ ന്യൂസ് എന്ന് പറയുന്നത് iQOO Neo 7 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ചൈനയിലാണ്, ഇവിടെയല്ല. ബട്ട് എങ്കിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6.78 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ, E5 AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെയാണ് വരുന്നത്. 9000+, അതായത് Dimensity 9000+ എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് വിലയ്ക്ക് വരും, അതാണ് ചോദ്യം. Neo 6 നമുക്കറിയാം 30,000 രൂപ റേഞ്ചിലാണ്. സോ ഒരു 30-32 രൂപയ്ക്ക് തന്നെ Neo 7 വരികയാണെങ്കിൽ നന്നായിരിക്കും. ബട്ട് വില എന്തായാലും കൂടുമെന്നറിയാം. എത്രത്തോളം കൂടുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണും. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ പ്രധാനപ്പെട്ട കുറച്ച് 5-8 ടെക്നോളജി വാർത്തകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.